നമസ്കാരം. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്തൊരു വാദത്തെക്കുറിച്ചാണ്. താഷ്കന്റ് ജനസിസ്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് നീണ്ട യാത്രയെ നിർവചിച്ചത് അതിന്റെ തുടക്കമാണെന്നൊരു വാദം. ചിലർക്കിത് വളരെ പ്രസക്തമായി തോന്നാം, മറ്റു ചിലർക്ക് ചിലപ്പോൾ കുറച്ച് പ്രകോപനപരമായും തോന്നാം. എന്തായാലും ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ആശയം അത് എവിടെ തുടങ്ങുന്നോ എന്നതിന് അതിന്റെ ഒരു നൂറ്റാണ്ടുകാലത്തെ ഭാവിയെ നിർണ്ണയിക്കാൻ കഴിയുമോ? ഒരു ജന്മസ്ഥലം ഒരു വിധിയായി മാറുമോ? ഈയൊരു വലിയ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. കാരണം നമ്മൾ പരിശോധിക്കുന്ന ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം ഇതുതന്നെയാണ്. അപ്പോ എന്താണ് ഈ താഷ്കന്റ് ജനസിസ്? സിമ്പിളായി പറഞ്ഞാൽ ഈ റിപ്പോർട്ടിന്റെ വാദം ഇതാണ്: 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഇന്ത്യയിലല്ല, മറിച്ച് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന താഷ്കെന്റിലാണ്. ഈ വിദേശത്തുള്ള ജനനം ഒരുതരം ജനിതക കോഡ് പോലെ പാർട്ടിയുടെ DNA-യിൽ അലിഞ്ഞു ചേർന്നുപോയി. അതായത് പാർട്ടിയുടെ തീരുമാനങ്ങളെല്ലാം എപ്പോഴും പുറത്തുനിന്നുള്ള ശക്തികളെ ആശ്രയിച്ചായിരുന്നു. രാജ്യത്തോടുള്ള കൂറിനേക്കാൾ വിദേശത്തുള്ള ഒരു പ്രത്യയശാസ്ത്രത്തോണ്ടായിരുന്നു കൂറ് എന്നൊരു ശക്തമായ വാദമാണിത്. ഈയൊരു വാദം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ച് പിന്നോട്ട് പോകണം, ചരിത്രത്തിലേക്ക്. എങ്ങനെയാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയ്ക്ക് പുറത്ത് ജന്മം കൊള്ളാൻ കഴിയുന്നത്? നമുക്ക് ആ കഥയിലേക്കൊന്ന് കടക്കാം. അതെ, 1920 താഷ്കെന്റിൽ വെച്ചാണ് പാർട്ടി രൂപീകരിക്കുന്നത്. അതൊരു ചരിത്ര വസ്തുതയാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പാർട്ടി ഒരു സ്വതന്ത്ര സ്ഥാപനമായിരുന്നില്ല. അത് മോസ്കോ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കോമിന്റിൻ എന്ന ആഗോള കമ്മ്യൂണിസ്റ്റ് സംഘടനയുടെ ഒരു ഘടകം മാത്രമായിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, പാർട്ടിയുടെ നയങ്ങളും തീരുമാനങ്ങളും എടുത്തിരുന്നത് ഡൽഹിയിലോ കൽക്കട്ടയിലോ ഒന്നുമല്ല, മറിച്ച് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള മോസ്കോയിൽ വെച്ചായിരുന്നു. ഈ തുടക്കത്തിലെ വ്യത്യാസം എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഇതിനെയൊന്ന് താരതമ്യം ചെയ്യാം. റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് ഇന്ത്യൻ മണ്ണിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് ഓർഗാനിക്കായി, അതായത് സ്വാഭാവികമായി വളർന്നുവന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ, അത് മധ്യേഷ്യയിലെ ഒരു ഭൗമരാഷ്ട്രീയ ശൂന്യതയിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒന്നായിരുന്നു. ഒന്ന് ഈ മണ്ണിൽ വേരുകളുള്ള ഒരു വലിയ മലം പോലെയാണെങ്കിൽ, മറ്റൊന്ന് വേറൊരു നാട്ടിൽ നിന്നു കൊണ്ടുവന്ന് നട്ട ഒരു ചെടി പോലെ. ഈ ഒരു അടിസ്ഥാന വ്യത്യാസമാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശരി, ഈ വിദേശത്തുള്ള വേരുകൾ ഇന്ത്യക്കകത്ത് പാർട്ടിയെ എങ്ങനെയാണ് ബാധിച്ചത്? ഈ റിപ്പോർട്ട് വാദിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, ഈ വിധേയത്വം പാർട്ടിയെ പതുക്കെ പതുക്കെ ഇന്ത്യൻ ജനതയിൽ നിന്ന് ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്നാണ്. അതെങ്ങനെ സംഭവിച്ചു? നമുക്ക് ചില നിർണായകമായ ചരിത്ര സംഭവങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. റിപ്പോർട്ടിലെ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുക: തന്ത്രപരമായ മഹാദുരന്തങ്ങൾ. വെറും തെറ്റുകളെന്നല്ല, മറിച്ച് മഹാദുരന്തങ്ങളാണ് ആ തീരുമാനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. കാരണം ആ ഓരോ തീരുമാനവും പാർട്ടിയെ ഇന്ത്യയുടെ ദേശീയബോധത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകറ്റിമാറ്റി. ഏതൊക്കെയായിരുന്നു ആ തീരുമാനങ്ങളെന്നല്ലേ? ഈ ടൈംലൈനിലേക്കൊന്ന് നോക്കൂ. 1942 രാജ്യം ഒന്നടങ്കം ക്വിറ്റ് ഇന്ത്യ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തു. കാരണം അന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ബ്രിട്ടന്റെ കൂടെയായിരുന്നു. ഇനി 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ കൽക്കട്ട തീസിസ് എന്ന പേരിൽ ഒരു സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു. 1962 ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ ആരെ പിന്തുണക്കണം എന്നതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു പിളർപ്പുണ്ടായി. ഒടുവിൽ 1975 രാജ്യത്ത് ജനാധിപത്യം മരവിപ്പിച്ച അടിയന്തരാവസ്ഥയും പാർട്ടി പിന്തുണച്ചു. റിപ്പോർട്ട് പറയുന്നത് ഈ ഓരോ തീരുമാനവും എടുത്തത് ഇന്ത്യയിലെ സാഹചര്യം നോക്കിയിട്ടല്ല, മറിച്ച് വിദേശത്തുള്ള അവരുടെ വലിയേട്ടന്മാരെ സന്തോഷിപ്പിക്കാനായിരുന്നു എന്നാണ്. പക്ഷേ സംഭവം ഈ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിനേക്കാൾ ആഴത്തിലുള്ളൊരു പ്രശ്നത്തെക്കുറിച്ചാണ് റിപ്പോർട്ട് അടുത്തതായി പറയുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ പറ്റിയ ഒരു വലിയ പിഴവ്. റിപ്പോർട്ട് അതിനെ വിളിക്കുന്നത് ജാതീയമായ അന്ധത എന്നാണ്. ഇവിടെയാണ് ആ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നം വരുന്നത്. മാർക്സിസം എന്ന ആശയം രൂപപ്പെട്ടത് യൂറോപ്പിലാണ്. അവിടുത്തെ പ്രധാന പ്രശ്നം തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള വർഗസമരമായിരുന്നു. സാമ്പത്തികമായിരുന്നു അവിടുത്തെ അടിസ്ഥാനം. എന്നാൽ ഇന്ത്യയിലോ? ഇവിടെ സാമ്പത്തിക വേർതിരിവിനപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള രക്തത്തിൽ അലിഞ്ഞുചേർന്ന ജാതി വ്യവസ്ഥയായിരുന്നു ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതായത് യൂറോപ്പിനു വേണ്ടി ഉണ്ടാക്കിയൊരു കണ്ണട വെച്ച് ഇന്ത്യയെ നോക്കുന്നതുപോലെയായിരുന്നു അത്.
ആ കണ്ണടയിലൂടെ നോക്കിയപ്പോൾ ജാതി എന്ന ഈ വലിയ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ ഇടതുപക്ഷത്തിന് കാണാൻ പറ്റിയില്ല എന്നാണ് റിപ്പോർട്ട് വാദിക്കുന്നത്. അപ്പോ ഈ ജാതിയെ കാണാതെ പോയതുകൊണ്ട് എന്തുണ്ടായി? അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരുന്നു. ഒന്ന്, ജാതിയുടെ പേരിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ ശരിയായ രീതിയിൽ ശബ്ദിക്കാൻ അവർക്ക് പറ്റിയില്ല. അതോടെ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ രാഷ്ട്രീയം അവരുടെ കയ്യിൽ നിന്ന് പോയി. ഈയൊരു ശൂന്യതയിലേക്കാണ് പിന്നീട് ദലിത്, പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന പ്രാദേശിക പാർട്ടികൾ വളർന്നുവന്നത്. ചുരുക്കത്തിൽ ഇടതുപക്ഷം ഒഴിച്ചിട്ട ഒരു രാഷ്ട്രീയ ഇടം മറ്റുള്ളവർ വന്ന് കൈയടക്കി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ തുടക്കത്തിലേക്ക് വരികയാണ്. 1920 ടാഷ്കെൻഡിൽ നടന്ന ആ ഒരൊറ്റ സംഭവം ഒരു നൂറ്റാണ്ടിനിപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? ആ ഒരൊറ്റ സംഭവത്തിന്റെ അലയൊലികൾ എവിടെയൊക്കെയാണ് എത്തി നിൽക്കുന്നത്? നമുക്ക് നോക്കാം. ഈ റിപ്പോർട്ടനുസരിച്ച് ടാഷ്കെന്റ് ജനനത്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. അത് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചു. സർക്കാരിനെതിരെ ശബ്ദിക്കുമ്പോഴും അത് പലപ്പോഴും വിദേശ താൽപ്പര്യങ്ങളുടെ ഭാഗമാണോ എന്നൊരു സംശയം എപ്പോഴും നിലനിന്നു. വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളെ അത് സ്വാധീനിച്ചു. എന്തിനേറെ പറയുന്നു, രാജ്യത്തിനകത്തെ ചില തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളെ നേരിടാൻ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പോലും ഈ ചരിത്രത്തിനൊരു പങ്കുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ റിപ്പോർട്ടിന്റെ കാതലായ വാദം ഇതാണ്: താഷ്കണ്ടിലെ ആ തുടക്കം ഒരു ചങ്ങല പോലെ ഇന്ത്യൻ ഇടതുപക്ഷത്തെ ഒരു നൂറ്റാണ്ടുകാലത്തേക്ക് വിദേശ ശക്തികളുടെ താൽപ്പര്യങ്ങളുമായി കെട്ടിയിട്ടു. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന്, ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നതിനു പകരം പുറത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് കാതോർക്കാൻ അത് പാർട്ടിയെ നിർബന്ധിതരാക്കി. ഇതാണ് താഷ്കന്റ് ജനസിസ് എന്ന സിദ്ധാന്തം. ഇന്ത്യൻ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഈ വിശകലനം നമ്മളെ എല്ലാവരെയും ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ യഥാർത്ഥത്തിൽ നാട്ടിൽ വേരുകളുള്ളത് അഥവാ ഹോം ഗ്രോൺ ആക്കുന്നത്? അതിന്റെ പ്രത്യയശാസ്ത്രമാണോ, അതോ അതിന്റെ നേതാക്കന്മാരാണോ, അതോ അത് ജനിക്കുന്ന മണ്ണാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ ചിന്തിക്കുക.